നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യഭാമയുടെ സ്വത്തും അരവിന്ദ സ്വാമിനാഥന്റെ മുഴുവൻ സ്വത്തും രണ്ട് തട്ടിൽ വെച്ചാൽ സത്യഭാമയുടെ സ്വത്തിന്റെ തട്ടെ താന്നു നിൽക്കൂ. ബോട്ടുടമയുടെ മകനുമായുള്ള ശ്യാമയുടെ കല്യാണ മുഹൂർത്തത്തിൽ രോഹിത്തും ശ്യാമയും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഫോട്ടോ എവിടെ നിന്നോ പൊങ്ങി വരുന്നു. സോറി എവിടെ നിന്നോ അല്ല, ശാലിനിയുടെ സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂമിൽ നിന്ന്. ആ ഹോട്ടലിന്റെ ഉടമയും ഇപ്പോ ശാലിനി തന്നെ അല്ലേ ഭാമേ? നീ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പോലും ശാലിനി JCB കൊണ്ട് തോണ്ടിയെടുത്ത് നിന്നെ അടക്കം വിൽക്കും ഭാമേ. അപ്പോഴേ നീ പഠിക്കൂ. അന്ന് ശ്യാമയുടെ കല്യാണം മുടക്കിയ ആ ഫോട്ടോ ഉണ്ടല്ലോ, അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. സ്വന്തം ഹോട്ടലിൽ വെച്ച് ശാലിനി എന്തോ മയക്കുമരുന്ന് നൽകി പകർത്തിയ ഫോട്ടോകൾ ആ പയ്യന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അതാരാണ് അയച്ചതെന്നോ പകർത്തിയതെന്നോ. അത് വെച്ചാണ് അവള് കല്യാണം മുടക്കിയത്. ആ പെണ്ണിനും ശ്യാമയ്ക്കുമുണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. പക്ഷേ മിടുക്കിയ അവള് ശാലിനിയെ പോലെ തന്നെ അവളും ഭർത്താവിനെ കയ്യിലെടുത്തു. ശ്യാമയുടെ പാദദാസനാണ് ഭാമേ ഇപ്പവൻ. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത് ഒരു കാവൽ പട്ടിയെ പോലെ. നിങ്ങളിൽ ഒരാളുടെ തല വെട്ടിയെടുത്ത് അവളുടെ കാൽക്കൽ വെക്കണമെന്ന് ഇപ്പോഴവൾ പറഞ്ഞാൽ നിങ്ങളുടെ ദത്തുപുത്രൻ അതും ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം. അതൊന്ന് കണ്ടു നോക്ക്. അതില് നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്നും ഇവിടെ നടക്കുന്നത് എന്താണെന്നും. പങ്കജം, എന്റെ ഫോണിങ് എടുത്തോണ്ട് വാ. ഞാൻ റിങ് കൊടുക്കും മുമ്പേ അവള് ഫോട്ടോസും വീഡിയോസും അയച്ചു കഴിഞ്ഞോ? ആ, കണ്ടു നോക്ക്. ഇതോടെ ശാരദാമ്മയുടെ മക്കൾ രണ്ടും ഭാമയുടെ വീടിന് പുറത്ത്. ശാലിനി എന്ന വലങ്കൈ അരിഞ്ഞാൽ ആ നിമിഷം നിന്റെ തലയാവും ഭാമേ നിലത്തുരുളുക. എങ്ങനെയുണ്ട് ഭാമേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കമൊന്നുമില്ലേ? സന്ദീപിനെ മുറി കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നീ രാവിലെ അവനെ കണ്ടുള്ളൂ. എന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞ് പുറത്തുപോയി. വന്നില്ലേ ഇതുവരെ? വന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല. പുറത്തു പോയെങ്കിൽ തന്നെ ഇത്രയും നേരമായില്ലേ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. നിങ്ങൾ ആരെങ്കിലും അനഘയെ കണ്ടോ? ബെസ്റ്റ്. അനഘയും കാണുന്നില്ലേ? ഇവിടെ സന്ധ്യപേടിനെ കാണാത്ത കാര്യവും സംസാരിക്കുമായിരുന്നു ഞങ്ങള്. ഞാൻ വിളിച്ചു നോക്കിട്ട് വരാവേ. ഇവിടുത്തെ എവിടെ പോയി? ഓ, അങ്ങനാണെങ്കി പിന്നെ അന്വേഷിക്കണ്ട. അവർ രണ്ടുപേരും വന്നോളൂ. അവർ അവന്തിയോട് പറഞ്ഞോ എവിടെയെങ്കിലും പോകുന്ന കാര്യം? പറഞ്ഞു, എവിടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു.
അനക്കയും കൂടി എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. എന്നോട് അവര് രണ്ടുപേരും പറഞ്ഞിരുന്നു, വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ അവരിത് ചെയ്യുമെന്ന്. പക്ഷേ അതിത്ര വേഗം നടക്കുന്നു ഞാൻ കരുതിയില്ല. വെറുതെ ഓരോന്നും പറയല്ലേ. അവര് വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതാവും. ഒരുമിച്ച് പോലും ആയിരിക്കില്ല പോയിരിക്കുന്നെ. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കുന്നെ? ആവശ്യമില്ലാത്ത കഥയോ? എന്നോട് അവര് പറഞ്ഞ കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. അവരുടെ വിവാഹത്തിന് വലിയ എതിർപ്പായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പൊ അവർക്ക് തന്നെ തോന്നി ഒരുമിച്ച് ജീവിക്കാമെന്ന്. അതിലിപ്പോ എന്താ തെറ്റ്? സച്ചി, നീ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം പറയും. ശരി അച്ഛാ. എന്തിന്? ഇനി നാട്ടുകാരെയും കൂടെ അറിയിച്ച് നാണം കെടാനോ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വിവാഹം ഉറപ്പിച്ച് രണ്ടുപേരാ പോയിരിക്കുന്നെ, അതും അവരുടെ ജീവിതം ജീവിക്കാൻ. ഇപ്പൊ തൃപ്തിയായല്ലോ എല്ലാവർക്കും. എനിക്കറിയായിരുന്നു ഇത് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ച കാര്യം അവര് സ്വന്തമായിട്ടങ്ങ് നടത്തി, അത്രേ ഉള്ളൂ. എന്തായാലും അനക്ക എന്നെ എന്താ ഏതാന്നൊന്നും വിളിച്ചു പറയാതിരിക്കില്ല. അവള് വിളിക്കട്ടെ, അപ്പൊ അറിയാലോ കാര്യങ്ങൾ എന്താന്ന്. അവരുടെ വിവാഹം എന്തുമാത്രം സ്വപ്നം കണ്ടതാ ഞാൻ. എന്നിട്ട് ഈ പിള്ളേര് ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചല്ലോ. അല്ലെങ്കിൽ തന്നെ അവരെ എന്തിനാ കുറ്റം പറയുന്നേ? അവര് പലപ്പോഴായി വിവാഹക്കാര്യം പറഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നല്ലോ. ഇനിയും ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവർക്ക് ഉടനെ ബോധ്യാവില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സന്ദീപും അനഘയും ഒളിച്ചോടി പോയത് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബസ്സിൽ ബോംബുണ്ടെന്ന്. ബോംബ്? അയ്യോ, ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ഉടനെ ചെയ്യണം. മഹി, എങ്ങനെ പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടും. ധൈര്യമായിട്ടിരിക്കുക. വരണ്ട, നിങ്ങളും കൂടി അപകടത്തിലാവും. അജിത്തെ, വീട്ടിലേക്കൊന്ന് വിളിച്ച കാര്യം പറ. അത് വേണോ? അവരുടെ ടെൻഷൻ ആവില്ലേ? അത് ശരിയാ, പക്ഷേ പറയാതിരുന്ന് ശരിയാവില്ല. അവരുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചെങ്കിലോ? ആർക്കാ ഈ സമയം ഏത് വിധത്തിലും നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. അമ്മ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ? നിങ്ങൾ എവിടെയത്? എത്ര സമയായി? നിന്നെ മഹിയും മാറി മാറി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്ക. എന്താ കോൾ എടുക്കാത്തെ? എടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്താ കാര്യം? മാളുവിന്റെ സ്കൂൾ ബസ്സിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അവരപകടത്തിലാ. ബോംബോ? എന്താ താത്തൂനെ? എവിടെ ബോംബ്? എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം. ഞങ്ങൾ അവരുടെ അരികിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കുട്ടികള്, അവരെ രക്ഷിക്കണം. ആന്റി ടെൻഷൻ ആവണ്ട, ഞാൻ വിളിച്ചോളാം. എന്റെ ഈശ്വര, എന്തൊരു പരീക്ഷണ ഇത്! എന്താ ദേവേനി, എന്താ കാര്യം? എന്താ പറ്റിയത്? ആളുവിന്റെ ബസ്സില് ആരോ ബോംബ് വെച്ചെന്ന്. അവരിപ്പോ വലിയ അപകടത്തിലാ. എന്റെ ശ്രീ മഹേശ്വര, അയ്യോ അയ്യോ അയ്യോ!
ഇനിയിപ്പോ എന്ത് ചെയ്യും ആന്റി? എന്റെ മാളും ഗംഗയും രേഷ്മയും മാത്രമല്ല, ഒരുപാട് കുട്ടികളും ഇല്ലേ? അതെ, എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്നും അറിയില്ല. എന്റെ മോള് ഞാൻ കൂടി നിർബന്ധിച്ച് അവളെ പറഞ്ഞയച്ചത്. എന്റെ കുഞ്ഞുങ്ങള് ഇത്ര വലിയ അപകടത്തിലേക്കാണോ പോയത്? അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈശ്വര, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഏലസ് കുഴിച്ചിട്ട് എന്റെ ശക്തി നശിപ്പിക്കാതിരുന്നെങ്കിൽ എനിക്കിപ്പോ എന്റെ മോളെ രക്ഷിക്കാമായിരുന്നു, ഗംഗയെ രക്ഷിക്കാമായിരുന്നു, അതിനകത്തുള്ള പാവം കുഞ്ഞുങ്ങളെ എല്ലാം രക്ഷിക്കാമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബസ് നിർത്തിയാൽ ബോംബ് പൊട്ടും. നിർത്താതെ എത്ര നേരം ഓടിക്കും? ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയാലും അപകടമാണ്. ഭഗവാനെ, ഇനി ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണേ ശ്രീ മഹേശ്വര. ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഈശ്വര, എന്റെ ശ്രീ മഹേശ്വര, നിന്നെ വിളിക്കാത്ത ഒരു നേരം പോലും എന്റെ ഗംഗയ്ക്കില്ല. അവളുടെ നല്ലതും ചീത്തയും സുഖവും ദുഃഖവും എല്ലാം നിന്റെ കാൽക്കലല്ലേ അവള് സമർപ്പിക്കാറ്. ഇന്നെന്റെ കുഞ്ഞ് അപകടത്തില്. എന്റെ ഗംഗയും മാളും വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുക. അവർക്കൊരാപത്തും വരുത്തരുത് ശ്രീ മഹേശ്വര. എങ്ങനെയും എന്റെ കുഞ്ഞുങ്ങളെ നിരക്ഷിക്കണം. ഒരുപാട് അമ്മമാരുടെ പ്രതീക്ഷകൾ ആ ബസ്സിലുണ്ട്. ഒരുപാട് പേരുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് ആ ബസ്സിലുള്ള കുഞ്ഞുങ്ങള്. അവരുടെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ് ഭഗവാനെ. അവരെ നീ തന്നെ രക്ഷിക്കണം. ഈ ഭൂമിയിലെ കപടതയും കള്ളങ്ങളും ഒന്നും അറിഞ്ഞു തുടങ്ങാത്ത ആ കുരുന്നുകളെ നീ എന്തിനാ പരീക്ഷിക്കുന്നത്? എന്റെ ഗംഗയുടെ നല്ലൊരു ജീവിതം കണ്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുത്തശ്ശിയാ ഞാൻ. അതിനു വേണ്ടിയാ ഈ കാലം അത്രയും ഞാൻ ജീവിച്ചത്. എല്ലാ പ്രതിസന്ധികളെയും ഞാൻ അതിജീവിച്ചത് അവളുടെ മുഖം അതൊന്നു മാത്രം ഓർത്തിട്ട്. ആ അവളുടെ ജീവന അപകടത്തിലായിരിക്കുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും? ഇതിന് മാത്രം എന്ത് തെറ്റാ ഭഗവാന് ഞാൻ ഈ ജന്മം ചെയ്തത്? എന്റെ കുഞ്ഞിന്റെയും അവന്റെ ഭാര്യയുടെയും ചേതനയറ്റ ശരീരം എന്റെ കൺമുന്നില വെന്തെറിഞ്ഞത്. അത് കാണേണ്ടി വന്ന ഈ നിർഭാഗ്യവതിയായ അമ്മയ്ക്ക് പിന്നീടുള്ള പ്രതീക്ഷയായിരുന്നു ഗംഗ. അതുപോലെ തന്നെയാ പാവം മഹിയുടെയും അവസ്ഥ. ജീവിതത്തിൽ അവന് സ്വന്തം ഒന്ന് പറയാൻ ഇന്ന് മാളു മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന അച്ഛനാ മഹി. അതുപോലെ ഓരോ കുരുന്നുകൾക്ക് വേണ്ടിയും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും സ്വന്തക്കാരും ഉണ്ട്. അവരുടെ ഒന്നും പ്രാർത്ഥന നീ കാണാതെ പോകരുത് ഭഗവാനെ. എന്റെ കുഞ്ഞുങ്ങളെ ഒരു പോർല് പോലും പറ്റാതെ നീ കാത്തു രക്ഷിക്കണേ എന്റെ ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഷെയർ മാർക്കറ്റൊന്നും കാണുന്നില്ലേ? അതിനുള്ള അവസ്ഥയിലല്ല നീ എന്ന് എനിക്കറിയാം. എന്നാ കേട്ടോ, ഷെയർ മാർക്കറ്റിൽ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് വൻ ഇടിവ വന്നിരിക്കുന്നു. വർമ്മ സാർ വിളിച്ചിരുന്നു. ഞങ്ങളുടെ നഷ്ടം നികത്തി നിങ്ങളെ നിലനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് നിങ്ങൾ 25% ഷെയർ കൂടി ഞങ്ങൾക്ക് തരണം. കാര്യങ്ങൾ ഞാനിപ്പോ ചുരുക്കി പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ പകുതി ഷെയർ വാങ്ങി കമ്പനിയിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് വാങ്ങാം, അതും ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക്. നിങ്ങളെന്താ പക തീർക്കണോ? എന്തു പക? നീയൊരു ബിസിനസ്സുകാരനല്ലേ? മോക്ഷം കിട്ടാനാണോ നീ ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് ചെറിയൊരു സമയം തരണമെന്നാ. നിങ്ങൾ വാങ്ങിയ ഷെയർ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. കൊള്ളാം. അപ്പച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഷെയർ മാർക്കറ്റിലെ ഇടിവും കുതിപ്പൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പേരിൽ എന്നെ തകർത്ത് കളയുന്നൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ 25% ഷെയർ തിരിച്ചെടുക്കാനുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട്. എന്നാ നീ അങ്ങനെ ചെയ്യും. ഞങ്ങൾക്ക് ഈ കുരുക്കിൽ നിന്നും തലയൂരി പോയാ മതി. എന്ത് വാങ്ങുന്ന കാര്യം ചേച്ചി പറയുന്നേ? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അവളെ ഒരു മണ്ടിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. സഞ്ജുവേട്ടന് ദോഷം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. എന്തോ വാങ്ങിയതിന്റെ പൈസ തരാനുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ. ലച്ചു, നീ മിണ്ടാതാകത്തേക്ക് കയറിപ്പോ. അറിയാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. സഞ്ജുവേട്ടന് എന്തെങ്കിലും ദോഷം വന്നാ ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതുകൊണ്ടുള്ള ദോഷാണെന്ന് എല്ലാവരും പറയില്ലേ? നിന്നോട് കേറി പോവാനാ പറഞ്ഞത്. ദക്ഷമേ, സഞ്ജുവേട്ടന് ഒരു ദോഷവും വരുത്തല്ലേ. ലച്ചു നിക്ക്. ലച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം പോകുന്നു. കാരണം എന്റെ അമ്മയുടെ മനസ്സിൽ ലച്ചുവിന്റെ സ്ഥാനം എന്നേക്കാളും വലുതാ. സങ്കടപ്പെടണ്ട കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി, ദേ ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിക്കും. അമ്മ ലച്ചുവിനെ കാണാൻ വാശി പിടിക്കുക. അതിനെന്താ, ദക്ഷമ്മ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഞങ്ങളുമായിട്ടുള്ള ഈ വഴക്കും തീരുമല്ലോ. ലച്ചുവിനും വരാം ദക്ഷയുടെ വീട്ടിലേക്ക്. ലച്ചുവിന് വേണ്ടി വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി റെഡിയായി എത്തിയില്ലല്ലോ മോനെ. വാ മോളെ. അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും മോളെ. പാർവതി, ഇതിനുള്ളിൽ പണമാണ്. ഇതുപോലെയുള്ള ഉദ്ഘാടന ദിവസങ്ങളിൽ അമ്മ സ്വന്തം കൈകൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കുമായിരുന്നു. ആ പതിവ് തെറ്റിക്കണ്ട. അമ്മ ചെയ്തിരുന്നത് പോലെ നീയും തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കണം. അതിനുള്ള ക്യാഷ് ഈ പെട്ടിക്കകത്ത് നിന്നും നിനക്കെടുക്കാം. ശരി വിശാൽ സർ.
ദൈവമ്മ ചെയ്തതുപോലെ ഞാൻ ചെയ്തോളാം. കാല് സുഖമില്ലാത്ത കാരണം എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വരാതിരിക്കുന്നത്. ശരിക്കും എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. സാരമില്ല. എന്റെ വിഷമങ്ങളൊന്നും ഓർക്കാതെ പാർവതി സന്തോഷപൂർവ്വം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം. ഇക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. വിശാൽ, നീ ഒരു ടെൻഷൻ ആവണ്ട. പാർവതിക്കൊപ്പം ഞങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യത്തില് പാർവതിക്ക് വല്ല പരിചയക്കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. പാർവതിയെ ശരിക്കും നോക്കിക്കോണം. അത് ഞങ്ങൾ ഏറ്റു വിശാലെ. ഇന്നിവളെ ഉയരോടെ മുകളിലേക്ക് കെട്ടിയെടുക്കും. അതിനൊരു വീഴ്ച വരാതെ ഞങ്ങൾ നോക്കുന്നുണ്ട് വിശാലെ. നിങ്ങളെല്ലാവരും ഇറങ്ങിയോ? ഞങ്ങൾ ഇറങ്ങുക ഗാർഗി. നിക്ക് നിക്ക് നിക്ക്, ഞാനും കൂടി വരാം. ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. വേണ്ട വേണ്ട. അതെന്താ അമ്മ ഞാൻ വരണ്ടെന്ന് പറഞ്ഞേ? ഗാർഗി, ഉദ്ഘാടനത്തിനുള്ള മുഹൂർത്തം അടുത്തു. നീ ഇനി റെഡിയായി വരുമ്പോഴേക്കും സമയം പോകും. മുഹൂർത്തം തെറ്റും. നീ ഇവിടെ നിന്നാ മതി. വിശാലിന് സുഖമില്ലാതിരിക്കല്ലേ? നീ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഒരു സഹായം ആവുമല്ലോ. ഞങ്ങൾ പോയിട്ട് വരാം. ജാസ്മിൻ വരും. വിശാൽ സർ, പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. അച്ഛമ്മ, പോയിട്ട് വരാം. ഗാർഗി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, നീ ആദ്യം ചടങ്ങ് നിർവഹിക്കുക. ഇയാളാരാ? ഇയാൾ എന്തിനാ പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചത്?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അമ്മ വയസ്സാം കാലത്ത് ജയിലിനകത്ത് കിടക്കണോ അതോ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നോ? അത് പറയും. നിങ്ങളുടെ കണ്ടീഷൻ എന്താന്ന് എനിക്കറിയാം. ഞാനിന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വിസ്മയ്ക്ക് വേണ്ടി പാടണം. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. എന്നെ കൊണ്ട് പാടിക്കാനുള്ള ഡ്രാമയോ നിങ്ങളും ആ ജയേഷും കൂടി നടത്തുന്നതെന്ന് എനിക്കറിയാം. അതും കറക്റ്റാ. പക്ഷെ രക്ഷയില്ല മോളെ. ഈ വിസ്മയ്ക്ക് വേണ്ടി നീ ഇന്ന് പാടും. ഇല്ലെങ്കിതാ സമയമില്ല. എന്റെ ദൈവമേ, നിന്റെ അമ്മയുമായിട്ട് പോലീസ് ജീപ്പ് ദാ നേരെ കോടതിയിലേക്ക്. പിന്നെ നീ ജയേഷിന് അശ്വതിയുടെ കാര്യത്തില് കുറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സൈഡിൽ എനിക്ക് ഫുൾ സപ്പോർട്ടാ. നിന്റെ കുടുംബത്തിന്റെ അഭിമാനം, ചിലപ്പോ നിന്റെ അമ്മയുടെ ജീവൻ, അതെല്ലാം നിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാ. ഇപ്പൊ ഈ ആരോഗ്യത്തോടെ പോലീസ് ജീപ്പിൽ ജയിലിലേക്ക് പോകുന്ന നിന്റെ അമ്മ ആംബുലൻസിൽ കോടി പുതച്ച് അങ്ങ് നിന്റെ വീട്ടിലേക്ക് വരും. അതിനുള്ള ഇൻഫ്ലുവൻസും ക്യാഷും ഒക്കെ എനിക്കുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ദാ നിന്റെ അമ്മ ഇനി അവസാനമായിട്ട് ശരിക്കൊന്ന് കണ്ടോ. ഇനി ചിലപ്പോ നീ അവരെ ജീവനോട് കാണില്ല. എന്റെ അമ്മ കോടതിയിൽ ഹാജരാക്കരുത്. ആ അപമാനം അമ്മ സഹിക്കില്ല. ചിലപ്പോ ഹൃദയം തകർന്ന്. വേണ്ട വേണ്ട, ഞാൻ പാടാം. എന്റെ ദൈവമേ, എന്റെ അമ്മ എനിക്ക് വലുത്. ഞാൻ പാടാം. വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടാം. അമ്മയെ കോടതി കൊണ്ടുവരുന്നെന്ന് പറയാം. ഓക്കെ, സമ്മതിച്ചു. നിന്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നില്ല. എസ്.ഐ. ജയേഷിനോട് ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, ശ്യാമയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാനും പലതവണ വിളിച്ചതാ, ഫോൺ സ്വിച്ച് ഓഫ്. ശ്യാമയ്ക്ക് എന്ത് പറ്റി? ഇങ്ങനെ ആരോടും പറയാതെ ശ്യാം ഇത് എവിടെ പോയതാ? എന്റെ ബലമായ സംശയം നരേന്ദ്രയുടെ മുകളിലെ എന്തോ പ്ലാനിങ് ആണെന്ന്. ഇല്ല, അവരുടെ വലയിൽ അവള് വീഴില്ല. അച്ഛന് വാക്ക് തന്നതല്ലേ? എന്നോടും സത്യം ചെയ്ത് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ വരാനേ വഴിയുള്ളൂ. ആ അരുന്ധതി വിജയത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. എന്തായാലും ഞാനും നരേന്ദ്രയെ വിളിച്ചു നോക്കാം. അവരെവിടെയാ, എന്താ പറയുന്നത് നോക്കാം.
വർമ്മയാ നിന്നെ കാണാത്തതിൽ എന്നെ സംശയിച്ച് വിളിക്കുന്നതാ. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ബഹളം വെച്ചാ അറിയാലോ. നിന്റെ അമ്മ എസ് ഐ ജയേഷിന്റെ കസ്റ്റഡിയിലാ. ആ വർമ്മ സാർ, ഞാനും മോളും ഒരു 5 മിനിറ്റ്, ഞങ്ങളിതേ വന്നോണ്ടിരിക്കുക. വിസ്മയും അരുന്ധതിയും മാത്രമാണോ അതോ? ഞാനും മോളും മാത്രമേ ഉള്ളൂ. കാറിലാ. എന്താ സർ? അല്ല, ശ്യാമയോ? എന്താ അവിടെ ആരോടെങ്കിലും സംസാരിച്ചതാണോ? അതെ. അല്ല, അവിടെ സംസാരിച്ചതാണല്ലേ. ഞാൻ കരുതി എന്നോടാണെന്ന്. സോറി. പിന്നെ സാറ് ടെൻഷൻ ആവണ്ട, ഞങ്ങൾ വൈകില്ല. ഫംഗ്ഷൻ താമസിക്കില്ല. ഷുവർ സർ. ഓക്കെ, നേരിൽ കാണാം. അവരേക്ക് എത്താറായിരുന്നു. അല്ല, സംസാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും സൂചന? നോർമൽ ടോണിലാണ് സംസാരിച്ചത്. പിന്നെ ശ്യാമയുടെ എവിടെ പോയതാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരാന്ന് പറഞ്ഞാ വന്നിരിക്കണം, അല്ലാതെ തോന്നിവാസം കാണിക്കരുത്. എന്റെ സമയത്തിന് എന്താ തീരെ വിലയില്ലേ? കുറെ നേരമായല്ലോ. താനാടോ പിശാശ്? വാക്കിന് വിലയില്ലാത്ത വൃത്തികെട്ടവൻ. എന്താ അവിടെ? ദൈവമേ, എല്ലാം തീരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? എന്താടാ ഒരു ബഹളം? അത് കുട്ടികൾ വെറുതെ തമാശക്ക്. എന്ത് തമാശ? ആരാ ഇവർക്ക്? മിണ്ടാതിരിക്കും. എന്റെ അച്ഛനും അമ്മ അടിയത്. ഏതാ ഈ പെൺകുട്ടി? മുരളി, നീ എന്താ മറുപടി പറയാത്തത്? ഏതാ ഈ പെൺകുട്ടി എന്നാ ചോദിച്ചത്. നിന്റെ ആരാ ഇവള്? മോള് അഞ്ജലിയാണോ? പറ, മോള് അഞ്ജലിയല്ലേ? ആ, അതെ. അയ്യോ, ഇത് അഞ്ജലിയല്ല, അഞ്ജലിയുടെ അനിയത്തിയാ. അല്ലെന്ന് പറയാൻ വരുമായിരുന്നു. ഞാനേ ആരതിയാ. നല്ല കുട്ടി. ചേച്ചി നിന്നെ പോലെ മിടിക്കായിരിക്കും അല്ലേ? അയ്യോ, അഞ്ജലി ചേച്ചിയെ ശരിക്കും മിടുക്കി. ഇവള് ചേച്ചിയുടെ മുമ്പിൽ ആരുമല്ല. ഈ കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്ലാസ്സിനോ മറ്റോ പോയിട്ട് വന്നതാണെങ്കിൽ നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ താമസിക്കുന്നിടത്തേക്ക് പോണം. ഇവിടെ വന്നതിന്റെ കാരണം എന്താ? അതച്ഛാ, പ്രസാദേട്ടനും അഞ്ജലി ചേച്ചിയും കൂടി അവരുടെ കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കുക ഗുരുവായൂര്. വരാൻ താമസിക്കുന്നുള്ളത് കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഈ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ,
ഓ അപ്പോ അഞ്ജലി വന്ന് കൂട്ടിക്കൊണ്ടു പോവല്ലേ? അതെ അച്ഛാ. എന്നെ തീരെ വിലയില്ല അല്ലേ? ഞാൻ തന്നെ എനിക്ക് ഡിമാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരും. നോക്കിക്കോ. അനുഗ്രഹിക്കണം. ദീർഘായുഷ്മതി ഭവ. ശീഘ്രമംഗല്യേ ഭവന്തു. അമ്മേ, അച്ഛാ, എനിക്ക് സന്തോഷമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഹരി മുരളി മാറി മാറി എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റായിട്ടാ കോള് കണ്ടത്. എന്നാ പിന്നെ തിരിച്ചു വിളിച്ചു നോക്കായിരുന്നില്ലേ? ഓ, വിളിച്ചില്ല. നമ്മളെന്തായാലും വീട്ടിലോട്ടല്ലേ പോന്നെ. അപ്പൊ പിന്നെ എന്ത് ഭൂകമ്പ കാത്തിരിക്കുന്നേന്ന് നേരിട്ട് തന്നെ കാണാലോന്ന് കരുതി. ദാ ഇപ്പം തന്നെ നമ്മളങ്ങ് എത്തുമല്ലോ. അപ്പൊ നേരിട്ട് ചോദിക്കാം പോരെ? എന്നാ അമ്മ പോട്ടെ മോളെ. കാണണം, നമുക്ക് കാണണം. കാണാം അമ്മ. മോളും മിടിക്കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സീതമ്മയുടെ ഭാഗ്യ ഈ മിടിക്ക് കുട്ടി. പക്ഷേ എനിക്ക് തിരിച്ചാ തോന്നുന്നത്. ഈ പെൺകുട്ടികളെല്ലാം രുക്മിണി അമ്മയുടെ ഭാഗ്യമാണെന്നാ. എന്റെ ഭാഗ്യോ? അതിന് ഇവരാരും എന്റെ മക്കളല്ലല്ലോ, മരുമക്കളും അല്ല. പിന്നെങ്ങനെ എന്റെ ഭാഗ്യം എന്ന് പറയുന്നത്? അമ്മയുടെ മക്കളുടെ ഒപ്പമല്ലേ ഇവരെല്ലാരും. അതാവും സീതമ്മ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാടാ ഹരി? നീ ഇത് പലതവണയായി പറയുന്നുണ്ടല്ലോ. കേട്ടിട്ട് എന്റെ സംശയം ഇവരെല്ലാം ഇവിടെ തന്നെയാണോ സ്ഥിര താമസമെന്ന്. അല്ലച്ചാ, ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. എങ്കിൽ ശരി, ഇനിയിപ്പൊ നിന്ന് താമസിക്കണ്ട. വാ പോവാ നമുക്ക്. അതെന്താടാ പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞേക്കിയ ഒരു ധൃതി പോലെ? ഞങ്ങള് പോയിട്ട് ഇവിടെ എന്തോ കാര്യം ചെയ്യാനുള്ള പോലെയാണല്ലോ മട്ടും മാതിരിയും. അയ്യോ എന്റെ പൊന്നച്ഛ, അച്ഛനല്ലേ പറഞ്ഞത് കൃഷിഭവനിൽ പോണമെന്നും വരൾച്ച ദുരിതാശ്വാസമൊക്കെ വാങ്ങണമെന്നൊക്കെ. അതാ ഞാൻ പിന്നെ. ശരി ശരി, നടക്കട്ടെ കാര്യങ്ങള്. ആരാ ഇവിടെ ഈ ആരതി? ഞാന്. ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്. ഇവൾക്കാരാ ഇപ്പൊ ഇങ്ങോട്ട് ലെറ്റർ അയക്കാനുള്ളത്? അതറിയണമല്ലോ. ഇവിടെ ഇട്ടോളൂ. ഇവിടെ. ശരി. ഓക്കെ. ആരുടെ ലെറ്റർ അത്? സോറി, അതെന്തിനാ ഇപ്പൊ ചേട്ടാ അറിയുന്നത്? അത് ശരിയാ മോള് പറഞ്ഞത്. നീ എന്തിനാ മുരളി പെൺകുട്ടിയൊക്കെ വരുന്ന കത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്റെ ഭാര്യയമ്മ ഇവള്. ഇവൾക്കാരാ ലെറ്റർ അയക്കുന്നതെന്ന് ഞാൻ അറിയണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരതിക്കുള്ള എഴുത്ത് എങ്ങനെയാ ഇവിടത്തെ അഡ്രസ്സിൽ വരുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഇന്ന് വരെ എന്റെ ദൈവമയോട് ഒരു ധിക്കാരവും പറഞ്ഞിട്ടില്ല, ഇനി പറയേയില്ല.
സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ധിക്കാരമായിട്ട് കരുതരുത്. ഇല്ല മോനെ, എന്റെ കാർത്തിക എനിക്കറിയില്ലേ. ഈ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന ഞാൻ ഏറെയും ഈ ലോകം കണ്ടത്. എന്റെ ദേവമ്മയോട് ഒട്ടി നിന്ന ഞാൻ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കണ്ടത്. സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു കടലോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ദേവമ്മയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ വാ മീനാക്ഷി, വാ പോവാ. അമ്മേ, തടസ്സമൊന്നും പറയണ്ട, വെറുതെ എന്നെ വിഷമിപ്പിക്കല്ലേ. നീ ഈ അമ്മയെ സ്നേഹിക്കുന്നില്ലേ? എന്താ അതിന് സംശയമുണ്ടോ? ഞാൻ എന്റെ പ്രാണനെ പോലെ എന്റെ ദൈവമേ സ്നേഹിക്കുന്നു. ഈ അമ്മയ്ക്ക് ഒരു ആത്മാഭിമാനം ഇല്ലേ മോനെ? ഞാൻ മജ്ജയും മാംസമുള്ള ഒരു സ്ത്രീയല്ലേ? കല്ലുകൊണ്ടല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. എനിക്കൊരു ഹൃദയമില്ലേ മോനെ? ശ്രീകൃഷ്ണന്റെയോ യേശുക്രിസ്തുന്റെയോ ശ്രീബുദ്ധന്റെയോ മനസ്സല്ലല്ലോ എനിക്കുള്ളത്. ഞാനൊരു പാവം പെണ്ണ. വിധി എന്നെ ഒത്തിരി വേട്ടയാടിയെന്ന് വെച്ച് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ഞാൻ നിൽക്കണോ മോനെ? അമ്മ എന്താ അർത്ഥമാക്കുന്നത്? അമ്മ എന്നോട് നിഷ്കരുണം ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കേട്ട് നിന്ന അച്ഛൻ ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. ആരും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ അനുകൂലിച്ചില്ല. എന്റെ കണ്ണീരും പിടയുന്ന എന്റെ മനസ്സും ആരും കണ്ടില്ല. ഇനി അമ്മ അവിടെ വന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്? ആത്മഹത്യയല്ലേ മോനെ? വേണ്ട, അമ്മ വരണ്ട. പക്ഷേ അമ്മയും ഇവളെയും അങ്ങനെ പെരുവഴിയിൽ തള്ളിവിട്ടിട്ട് ഈ കാർത്തിക്ക് പോവില്ല. നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കാം. എവിടെ? മാധുരി ആന്റിയുടെ വീട്ടില്. എന്റെ അമ്മയുടെ വീട്ടിലോ? എന്റെ അമ്മയ്ക്ക് വേറെ വീടുണ്ടോ? നിന്റെ അമ്മയ്ക്ക് തറവാടുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെ ആരെയും നിന്നെ കാണിക്കാതിരുന്നത് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കുറ്റം. നേരാണോ ACP പറയുന്നത്? ഈ പകല് പോലെ സത്യം. അവിടെ നിന്നെ കാത്തിപ്പോഴും ഒരു മനുഷ്യനിരിപ്പുണ്ട്. നിന്റെ മുത്തശ്ശൻ മാധവൻ നമ്പ്യാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാ. ഇത് ആരാണെന്ന് മുത്തശ്ശന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചെന്റെ തല പോയിക്കാതെ നിങ്ങൾ തന്നെ പറ കാർത്തി. അച്ഛാ, ഇത് മീനാക്ഷി, ജേട്ടന്റെ മാധുരിയുടെ മകളാ.
മീനാക്ഷി അല്ലേ? അതെ. മോളെ നന്ദിനി, സുഖം തന്നെയല്ലേ? അതെ അച്ഛാ. എന്തു സുഖമല്ലേ? വെറും ഔപചാരികമായ ചോദ്യമായിരുന്നു എന്റേത് അല്ലേ? നിന്നോട് ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് തന്നെ ആകെ ഒരു കുറ്റബോധം. എന്താ അച്ഛാ ഇത്? എനിക്ക് സുഖം തന്നെയാ. ഒരു ടെൻഷനും ഇല്ല, സമാധാനം മാത്രം. നീ അങ്ങനെ പറയൂ. അതാ നിന്റെ മനസ്സിന്റെ ഔന്നത്യം. നിന്റെ മനസ്സ് കാണാൻ പറ്റാതിരുന്നവർ നിർഭാഗ്യവാന്മാരാ. അച്ഛാ, ഇവിടെ മറ്റാരും ഇല്ലേ? ഉണ്ട്. എനിക്ക് ആഹാരമൊക്കെ വച്ചു തരാൻ ഒരു സഹായിയുണ്ട്. ഞാൻ വിളിക്കാം. ജലജേ, സാറേ. ചായ എടുക്ക്. ശരി സാറേ. ചെമ്പകമംഗലത്ത് കൈമൾക്കും രാജലക്ഷ്മിക്കും ഒക്കെ സുഖം തന്നെ അല്ലേ മോളെ? സുഖാണ് അച്ഛാ. ഞാൻ കൊച്ചുമകളാണെന്ന് അറിഞ്ഞിട്ടും ഈ മുത്തശ്ശൻ എന്താ എന്നോട് ഇത്ര ഗൗരവം? ഈ സ്ത്രീയോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ അത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.